Hi dears, welcome back to the chapter Solution. I hope you all are well. Okay, let us start our colligative properties. Last class colligative property പറഞ്ഞിരുന്നു. Colligative property 4 എണ്ണാണ്. Colligative property എന്തായിരുന്നു? Colligative property is the property which depend on the number of solute particles, not their nature. ഓർമ്മയില്ലേ? ഇത് രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഏതൊക്കെയായിരുന്നു? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പറഞ്ഞിരുന്നു, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് പറഞ്ഞിരുന്നു. ഇനി രണ്ടെണ്ണം കൂടി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലുണ്ട്. 4 എണ്ണാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഏതൊക്കെയെന്ന് പറഞ്ഞിരുന്നത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഇതിൽ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തേതാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് പറയുമ്പോൾ ആദ്യം ഫ്രീസിംഗ് പോയിന്റ് എന്താണെന്ന് അറിയാം. എന്താ ഫ്രീസിംഗ് പോയിന്റ്? നിങ്ങൾക്കൊക്കെ അറിയാം വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? എങ്ങനെയാണ് ആ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കല്? വാട്ടറിനെ എടുത്തിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കുമ്പോൾ ജസ്റ്റ് ആ സോളിഡ് ലിക്വിഡ് ഫോമിൽ നിന്ന് ആ ഒരു സോളിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ആ ഒരു ടെമ്പറേച്ചർ ആണ് എന്തെന്ന് പറഞ്ഞത്? 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞത്. അവിടെയാണ് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ നോക്കല്. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രീസിംഗ് പോയിന്റ് എന്താണെന്ന് മനസ്സിലായി. ഇപ്പൊ ഫ്രീസിംഗ് പോയിന്റിന്റെ ഡെഫിനിഷൻ എന്ത് പറയും? എന്താണ്? ഇറ്റ്സ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇത് എന്താണ്? ഇറ്റ്സ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് ആൻഡ് ലിക്വിഡ് ഫോം ഓഫ് എ സബ്സ്റ്റൻസ് എക്സിസ്റ്റ് അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലാവുക ഒരു സബ്സ്റ്റൻസിന്റെ സോളിഡ് ഫോമും അതേമാതിരി ലിക്വിഡ് ഫോമും ഇക്വിലിബ്രിയത്തിലാവണ ആ ഒരു ഇക്വിലിബ്രിയം എന്തെന്നുള്ളത് അറിയാലോ, ഫസ്റ്റ് ഇയർ പഠിച്ചതാണ് ഇക്വിലിബ്രിയം എന്താന്നുള്ളതൊക്കെ. അപ്പൊ ആ സോളിഡ് ഫോമും ലിക്വിഡ് ഫോമും ഇക്വിലിബ്രിയത്തിലാവണ ഒരു ടെമ്പറേച്ചർ. ഇപ്പൊ വാട്ടറിന്റെ കേസ് ആണെങ്കിൽ വാട്ടർ ആ ലിക്വിഡ് ഫോമും അതേമാതിരി ഫ്രീസ് ചെയ്തിട്ടൊരു സോളിഡ് ഫോം ഉണ്ടാവും. ഇപ്പൊ തമ്മിൽ എന്തുണ്ടാവും? ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ 0 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ടെമ്പറേച്ചർ നോട്ട് ചെയ്യണത്. രണ്ടും കൂടി അങ്ങനെ ഐസാവണ ആ ഒരു ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഫ്രീസിംഗ് പോയിന്റ് എന്താണെന്ന് മനസ്സിലായി. ഫ്രീസിംഗ് പോയിന്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോളിഡ് ആൻഡ് ലിക്വിഡ് ഫോം ഓഫ് എ സബ്സ്റ്റൻസ് എക്സിസ്റ്റ് അറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റിൽ ഒരു കുറവ്, ഡിപ്രഷൻ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റിൽ ഒരു ഇൻക്രീസ് ആയിരുന്നു. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഫ്രീസിംഗ് പോയിന്റിൽ ഒരു ഡിപ്രഷൻ, ഒരു കുറവ് സംഭവിക്കാം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം സൊല്യൂഷന്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളവും അതേമാതിരി ഒരു ഗ്ലാസ് ജ്യൂസും കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു, ഫ്രീസ് ചെയ്യാൻ വെച്ചു. ഇതിൽ ഏതാ ഫസ്റ്റ് ഫ്രീസ് ആവുക? നോട്ട് ചെയ്തിട്ടുണ്ടോ? ജ്യൂസ് ആയിരിക്കും ഫസ്റ്റ് ഫ്രീസ് ആവുക. കുറച്ച് ടെമ്പറേച്ചർ ആവുമ്പോ തന്നെ എന്തായി? അത് ഫ്രീസ് ആവും. എന്താ കാരണം? ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൊല്യൂഷൻ ആണ്. അതിൽ എന്തുണ്ട്? സൊല്യൂട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ സോൾവെന്റ് ആണ്. അതായത് ഈ ജ്യൂസ് എന്ന് പറഞ്ഞ സൊല്യൂഷനില് വേപ്പർ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. നോൺ വോളാറ്റൈൽ സൊല്യൂട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേപ്പർ പ്രഷർ കുറയും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. വേപ്പർ പ്രഷർ കുറവുള്ള ആളുകൾക്ക് ഫ്രീസിംഗ് പോയിന്റും എന്തായിരിക്കും? കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ അവര് തണുക്കും. ഓക്കെ, ഞാനൊരു ഗ്രാഫിക്കലായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിന്റെ ഒരു ഗ്രാഫാണ്. ഇത് ശ്രദ്ധിച്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കട്ടാ. ഒരു ഗ്രാഫ് വരയ്ക്കാണ്. ഒരു ടെമ്പറേച്ചർ ആക്സിസ്, ടെമ്പറേച്ചർ ഈ ഭാഗത്തൊരു വേപ്പർ പ്രഷറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനൊരു സോൾവെന്റ് എടുത്തു. സോൾവെന്റിന്റെ ഗ്രാഫ് ഇവിടെ ഇങ്ങനെ വരച്ചു. സോൾവെന്റ് ആണ്, അതായത് ലിക്വിഡ് സോൾവെന്റ് ആണ്. ലിക്വിഡ് സോൾവെന്റ് ആണ് കേട്ടോ. ലിക്വിഡ് സോൾവെന്റ് എടുത്തു. അപ്പൊ ഈ ലിക്വിഡ് സോൾവെന്റ് ടെമ്പറേച്ചർ കുറഞ്ഞു ഈ ഭാഗത്ത് എത്തുമ്പോ എന്ത് ചെയ്ത്? ഇത് ഈ വേപ്പർ പ്രഷർ ഇവിടെ എത്തിയപ്പോൾ ഈ ടെമ്പറേച്ചറിൽ ഈ സോൾവെന്റ് ഫ്രീസ് ചെയ്തു. അപ്പൊ ഫ്രീസ് ചെയ്യാനെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാം? ഈ സോൾവെന്റ് മാത്രമാണ്. അപ്പൊ നമുക്ക് ഈ പോയിന്റ് നമുക്ക് എന്ത് ചെയ്താൽ T0F എന്ന് എഴുതിക്കൂടെ? T0F എന്ന് പറയാൻ കാരണം എന്താ? T0F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീസിംഗ് ടെമ്പറേച്ചർ. 0 എന്ന് പറഞ്ഞാൽ പ്യുവർ സോൾവെന്റ് ആണ്, ആരുമില്ല. ഓക്കെ, ഇനി ഈ ലിക്വിഡ് സോൾവെന്റ് ഈ ടെമ്പറേച്ചറിൽ എത്തിയിട്ട് ഇവിടെയാണ് ഇത് ഇങ്ങനെ പിന്നെ എന്ത് ചെയ്ത്? ഫ്രോസൺ സോൾവെന്റ്. പിന്നെ അതെന്ത് ചെയ്ത്? ഫ്രോസൺ ആയി, ഫ്രോസൺ സോൾവെന്റ് ആയത്.
ഫ്രോസൺ സോൾവെന്റ് ആയി. അതായത് ഈ ടെമ്പറേച്ചറിൽ ഇവിടെയാണ് ഈ സോളിഡ് ഫോമും ലിക്വിഡ് ഫോമും ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചറിനെ നമ്മൾ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്തു. ഇനി ഒരു സൊല്യൂഷൻ എടുത്തു. സൊല്യൂഷൻ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്തായിരിക്കും, കുറവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആ സൊല്യൂഷന് ഞാൻ ഫ്രീസിംഗ് പോയിന്റ് കുറവാകുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്ത് സൊല്യൂഷൻ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു. ഇത് സൊല്യൂഷനാണ്. ആദ്യം എടുത്തത് എന്തായിരുന്നു, ഒരു ലിക്വിഡ് സോൾവെന്റ് ആണ്. ഈ ടെമ്പറേച്ചർ ഈ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്തിയപ്പോൾ അത് എന്ത് ചെയ്തു, ഫ്രീസ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് ഈ ആളെന്താണ്, അതിന്റെ ഫ്രോസൺ ഫോം ആണ്, സോളിഡ് ഫോം ആണ് ഈ ഭാഗത്തുള്ളത്. അപ്പൊ ഇവർ രണ്ടാളും കൂടി ഈ ഒരു ടെമ്പറേച്ചറിലാണ് രണ്ടുപേരും കൂടി ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആയി എടുത്തു. സൊല്യൂഷന്റെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, സൊല്യൂഷൻ എന്താണ്, അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറവായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറവ്. ഞാൻ കുറച്ചുകൂടി ടെമ്പറേച്ചർ കുറഞ്ഞ ഈ ഭാഗത്ത് നോട്ട് ചെയ്തു. ഇവിടെ വേപ്പർ പ്രഷർ കുറവായിരിക്കും പറഞ്ഞില്ലേ, വേപ്പർ പ്രഷർ കുറവായിരിക്കും. അതുപോലെ എന്താണ്, അപ്പൊ തന്നെ ഫ്രീസിംഗ് പോയിന്റും അതിന്റെ എന്തായിരിക്കും, കുറവായിരിക്കും. വേപ്പർ പ്രഷറും ഇവിടെ കുറവായി, ഫ്രീസിംഗ് പോയിന്റ് ഇവിടെ എത്തി, ടെമ്പറേച്ചർ ഇവിടെ എത്തി. ഇത് നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യാം, ടി എഫ് എന്ന് ഡിനോട്ട് ചെയ്യും. ടി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. നമ്മൾ കഴിഞ്ഞ എലിവേഷൻ ഓഫ് പോയിന്റ് എന്ന് പഠിച്ചപ്പോൾ T0B TB എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ T0B TB എന്ന് പറഞ്ഞ മാതിരി ഇനി ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് എന്തെന്ന് പറയും, ആ ഒരു ഡിഫറൻസിന് എന്താ പറയാ, ഡെൽറ്റ TF എന്ന് പറയും. ഡെൽറ്റ TF. ഓക്കെ, ഡെൽറ്റ TF എന്ന് പറഞ്ഞാൽ എന്താ, അപ്പൊ ഡെൽറ്റ TF നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു എന്താ, ഡെൽറ്റ TF എന്ന് പറഞ്ഞാൽ T0F മൈനസ് TF അല്ലേ. T0F മൈനസ് TF ആണ് എന്തെന്ന് പറഞ്ഞത്, ഡെൽറ്റ TF എന്നുള്ളത്. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം, പ്രോബ്ലത്തിന് ആവശ്യമുള്ളതാണ് കേട്ടോ. ഇതാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിന്റെ ഒരു ഗ്രാഫ്. ഒന്ന് ഓർത്ത് വെക്കുക എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇനി നമുക്ക് എലിവേഷൻ ഓഫ് പോയിന്റ് പറഞ്ഞ പോലെ തന്നെ ഇതിന് നമുക്കൊരു മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഗ്രാഫ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ വരച്ചപ്പോൾ ഇങ്ങനെ ഗ്രാഫ് കിട്ടി. ഇതിന് നമുക്ക് ഡെൽറ്റ TF, നേരത്തെ ഡെൽറ്റ TB കാൽക്കുലേറ്റ് ചെയ്ത പോലെ ഡെൽറ്റ TF T0F മൈനസ് TF എന്നുള്ളൊരു ഇക്വേഷനിൽ എത്തിച്ചേർന്നു. ഇനി നമുക്ക് ഇതിന് ഒരു ഡെറിവേഷനിലേക്ക് പോവാം. ഞാൻ ഈ ഗ്രാഫ് വായിക്കാണ്. ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ, ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ ഡെൽറ്റ TF എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു M. ഡെൽറ്റ TF എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M. M is the molality. M is the molality. നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എലിവേഷൻ ഓഫ് പോയിന്റ് പഠിച്ചത് ഡെൽറ്റ TB പ്രൊപ്പോർഷണൽ ടു M എന്ന് പഠിച്ചു. അതേപോലെ തന്നെയാണ് ഡെറിവേഷൻ വരുന്നത്. രണ്ടും കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഡെൽറ്റ TF is proportional to M for a dilute solution. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ TF is equal to എന്തായിരിക്കും, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഞാൻ ഇവിടെ കൊടുത്തു, KF എന്ന് കൊടുത്തു, KF into M. നേരത്തെ എന്തായിരുന്നു, നേരത്തെ ഇക്വേഷൻ കമ്പയർ ചെയ്ത് പഠിക്കുക. എന്താ നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു, എലിവേഷൻ ഓഫ് പോയിന്റില് ഡെൽറ്റ TB is equal to KB into M. ഓർക്കുണ്ടോ, KB into M എന്നായിരുന്നു. ഓക്കെ, KB എന്തായിരുന്നു, ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിന് ഒരു പേരും പഠിച്ചിരുന്നു, എന്തായിരുന്നു, എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെ, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്, ഇതൊക്കെ പഠിച്ചിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ KF-നൊരു പേര് പഠിക്കണം. KF എന്താണ്, മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. പിന്നെ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയും. എന്താണ്, ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. അതേമാതിരി ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്നും പറയും. മൂന്ന് പേരാണ്. മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്, രണ്ടാമത്തത് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്, മൂന്നാമത്തത് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ഈ പേരിലൊക്കെ എന്തറിയപ്പെടും, KF അറിയപ്പെടും. ഇനി നേരത്തെ പഠിച്ച മാതിരി KF-ന്റെ ഒരു ഡെഫിനിഷൻ എങ്ങനെ പറയാം, KF M is equal to 1 ആണെങ്കിൽ എന്താ പറയാ, M is equal to 1 ആണെങ്കിൽ
KF is equal to delta TF അല്ലേ? അപ്പോൾ KF ന് എങ്ങനെയാണ് ഡെഫിനിഷൻ പറയാം? KF is the depression of freezing point for 1 molar solution. പറഞ്ഞോട്ടെ, for 1 molar solution. M1 ആണെങ്കിൽ KF is equal to delta TF വരും. Delta TF എന്ന് പറഞ്ഞാൽ depression of freezing point ആണ്. So we can define KF is the depression of freezing point for 1 molar solution. ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞത് കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ്. ഇതിന്റെ വാട്ടറിന്റെ കേസ് ആണെങ്കിൽ 1.86 ഒക്കെയാണ് അതിന്റെ വാല്യൂ. കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ് വരുന്നത്. ഇനി നേരത്തെ നമ്മൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഇതിന് നമുക്കൊരു ഡെറിവേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാം M is equal to, M എന്ന് പറഞ്ഞാൽ എന്താ? M is equal to മൊളാലിറ്റിക്ക് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ M is equal to? എന്താണ് M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ M is equal to 1000 W2 divided by M2 into W1 എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. മൊളാലിറ്റിക്കുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണ്. 1000 W2 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, M2 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്, W1 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോൾവെന്റ്. ഇത് നിങ്ങൾക്ക് അറിയാം. ഈ M ന്റെ വാല്യൂ നമ്മൾ ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ? ഡെൽറ്റ TF is equal to എന്ത് വരും? KF into M ന്റെ സ്ഥലത്ത് 1000 W2 M2 into W1 ഇങ്ങനെ ഒരു ഇക്വേഷൻ വരും. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും? M2 നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. M2 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. എന്താ M2 എന്ന് പറഞ്ഞാൽ? M2 is equal to ഇക്വേഷൻ എന്ത് വരും? M2 is equal to KF into ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണ്ടേ. KF into W2 into 1000 divided by delta TF into W1. ഇതാണ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ബൈ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് വെച്ചിട്ട് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ ആണ്. പഠിക്കണം. M2 is equal to KF into W2 into 1000 divided by delta TF into W1. M2 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, KF എന്ന് പറഞ്ഞാൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്, W2 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, ഡെൽറ്റ TF എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, W1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഓഫ് സോൾവെന്റ്. വളരെ എളുപ്പമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് പോവാം. അടുത്തത് എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ച് പഠിക്കാം. ഇപ്പൊ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അല്ലേ? എളുപ്പമാണ്. നമ്മൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് പഠിച്ച അതേ മെത്തേഡിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇനി അടുത്തത് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ പൈ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യല്. ഓസ്മോട്ടിക് പ്രഷർ അറിയുന്നതിന്റെ മുന്നേ ഓസ്മോസിസ് എന്താന്ന് അറിയണം. ഓസ്മോസിസ് നിങ്ങൾ ബോട്ടണിയിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഓസ്മോസിസ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ SPM എന്നും കേട്ടിട്ടുണ്ടാവും. സെമി പെർമിയബിൾ മെമ്പറൈൻ കേട്ടോ? SPM. എന്താ SPM-ന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? എഗ് മെമ്പറൈൻ, ആനിമൽ പ്ലാന്റ് മെമ്പറൈൻസ് ഒക്കെ SPM-ന്റെ എക്സാമ്പിൾ ആണ്. ആർട്ടിഫിഷ്യൽ SPM ആണെങ്കിൽ സെല്ലുലോസ് അസെറ്റേറ്റ് പോലുള്ള ആളുകൾ എന്താണ് ആർട്ടിഫിഷ്യൽ SPM-ന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താ SPM? സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പറൈൻ വിച്ച് അലോ ഓൺലി ദ പാസേജ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ്. സോൾവെന്റിനെ മാത്രം കടത്തിവിടുന്ന ഒരു മെമ്പറൈൻ ആണ് എന്തെന്ന് പറഞ്ഞത്? സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറഞ്ഞത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാനൊരു സെമി പെർമിയബിൾ മെമ്പറൈൻ വെച്ചു. ഇതെന്താണ്? സെമി പെർമിയബിൾ SPM ആണെന്ന് വിചാരിച്ചോ. ഇതില് വാട്ടർ എടുത്തു, പ്യുവർ സോൾവെന്റ് ആണ്. ഇതിലെ ഒരു സൊല്യൂഷൻ എടുത്തത് NaCl സൊല്യൂഷൻ എടുത്തു. അപ്പൊ ഇവിടെ SPM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെമി പെർമിയബിൾ മെമ്പറൈൻ വെച്ചിട്ടുണ്ട്. ഇതിൽ എന്താ സംഭവിക്കുക വെച്ചാല് ഈ NaCl സൊല്യൂഷനിലുള്ള സോൾവെന്റ് മാത്രം ഇങ്ങോട്ട് കടത്തിവിടും. സോൾവെന്റിന്റെ മാത്രം ആരെ കടത്തിവിടും? ഈ സെമി പെർമിയബിൾ മെമ്പറൈൻ കൂടി ഈ ഭാഗത്തേക്ക് കടത്തിവിടും. ആരെ കടത്തിവിടില്ല? അതിലെ സൊല്യൂട്ടിനെ കടത്തിവിടില്ല. സോൾവെന്റിന് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. അങ്ങനത്തെ മെമ്പറൈൻസ് ആണ് SPM, സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇനി ഓസ്മോസിസ് എന്താണ്?
ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മൂവ്മെന്റ് ഓഫ് solvent from lower concentration to higher concentration through a semi-permeable membrane. Solvent molecules lower concentration ഉള്ള സ്ഥലത്ത് നിന്ന് higher concentration ഉള്ള സ്ഥലത്തേക്ക് ഒരു semi-permeable membrane കൂടെ മൂവ് ചെയ്യുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ പറഞ്ഞേ, the movement of solvent molecule from lower concentration to higher concentration through a semi-permeable membrane. Clear അല്ലേ? ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ നിന്ന് ഹയർ കോൺസെൻട്രേഷനിൽ സോൾവെന്റ് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓസ്മോട്ടിക് പ്രഷറിലോട്ട് പോവാം. ഓസ്മോസിസ് SPM എന്താന്ന് പഠിച്ചു, ഓസ്മോസിസ് പഠിച്ചു. ഇനി ഓസ്മോട്ടിക് പ്രഷർക്ക് നോക്കാം. ഓസ്മോട്ടിക് പ്രഷർ പൈ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാം. നമ്മള് ഓസ്മോട്ടിക് പ്രഷറിന് ജസ്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി. എന്താണ് ഓസ്മോസിസ് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ കൊടുക്കണേ പ്രഷറിനെ പറഞ്ഞ പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. എന്താണ്? ദ പ്രഷർ അപ്ലൈഡ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. ദ എക്സസ് പ്രഷർ അപ്ലൈഡ് ഓൺ സൊല്യൂഷൻ സൈഡ് ടു ജസ്റ്റ് സ്റ്റോപ്പ് ഓസ്മോസിസ്. ഓസ്മോസിസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓസ്മോസിന്റെ ഫ്ലോ ഇല്ലേ, ലോവർ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്കുള്ള സോൾവെന്റിന്റെ ആ ഫ്ലോനെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എക്സസ് പ്രഷർ ആണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞത്. സൊല്യൂഷൻ സൈഡില് പ്രഷർ കൊടുക്കുക എന്തിനു വേണ്ടിയിട്ട്? ഓസ്മോസിസിനെ സ്റ്റോപ്പ് ചെയ്യാൻ കൊടുക്കുന്ന പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാല്. ഇത് പൈ എന്നാണ്. ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാല് ഇസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. നമ്മുടെ കോൺസെൻട്രേഷൻ സി എന്നെടുത്തു. സി എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി. മൊളാലിറ്റി അല്ല, മൊളാരിറ്റി. ഓക്കെ, സി അതേമാതിരി ടെമ്പറേച്ചറിനോടും പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പൊ നമുക്ക് എഴുതാൻ പറ്റും പൈ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി ആൻഡ് ടി. സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് മൊളാരിറ്റി. ടി എന്ന് പറഞ്ഞാല് ടെമ്പറേച്ചർ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതൊരു കോൺസ്റ്റന്റ് പൈ ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഒരു ആർ എന്നുള്ള ഒരു കോൺസ്റ്റന്റ് കൊടുത്തു. ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഞാൻ തന്നെ റീഅറേഞ്ച് ചെയ്ത് എഴുതു. എന്താണ്? CRT എന്നല്ല, നമുക്ക് പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് CRT സെയിം തന്നെയാണ് കേട്ടോ. പൈ ഈസ് ഈക്വൽ ടു CRT. നിങ്ങൾക്ക് അറിയാം സി മൊളാരിറ്റിക്ക് ഇക്വേഷൻ എന്താ? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു, മൊളാരിറ്റി എന്ന നമ്പർ ഓഫ് moles of solute divided by volume into by V എന്ന് എഴുതിക്കൂടെ മൊളാരിറ്റിക്കൽ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N2 by V, C ക്ക് പകരം എഴുതി N2 by V RT. ഓക്കെ, ഇനി ജസ്റ്റ് ഇതൊന്ന് അങ്ങോട്ട് കൊണ്ടൊന്ന് മാറ്റി എഴുതിക്കേ. എന്താ വരിക? അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടി പൈ ഈസ് ഈക്വൽ ടു N2 by V into RT എന്ന് കിട്ടി. ഇനി ഇങ്ങനെ എഴുതിക്കൂടെ പൈ V ഈസ് ഈക്വൽ ടു N2 RT എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇനിയോ, ഇനി എന്താ എഴുതാൻ പറ്റുക? ഇതിന് എന്താ എഴുതാൻ പറ്റാം? ഉണ്ടാവില്ല. ഇതിന് എന്താ എഴുതാൻ പറ്റാം? N2 എന്ന് പറഞ്ഞാൽ മാറ്റി എഴുതാം. എന്താണ് N2 ഇക്വേഷൻ? W2 divided by M2 എഴുതിക്കൂടെ? എഴുതാൻ പറ്റൂല്ലേ? പൈ V ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. N2 എന്ന് പറഞ്ഞാൽ ഇതല്ലേ W2 by M2 ആണ്. ഇതിൽ നമുക്ക് M2 ഇക്വേഷൻ കണ്ടെത്തിക്കൂടെ? M2 is equal to W2 RT divided by pi V. മോളാർ മാസ് ഓഫ് സൊല്യൂട്ടിനുള്ള ഇക്വേഷൻ കണ്ടെത്തി യൂസിങ് ഓസ്മോട്ടിക് പ്രഷർ. എന്താണ് M2 is equal to? M2 മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് is equal to W2 into RT divided by pi V. W2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ, പൈ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി V എന്ന് പറഞ്ഞാൽ എന്താ? വോളിയാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇനി ഇതില് നമ്മൾ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു. 4ൽ നിന്നും M2 കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡും പഠിച്ചു. ഓരോന്നിന്റെ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓരോ രീതിയിലുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇത് ഇക്വേഷന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? നീ പറയണോ? ഞാന്
ഒന്നുകൂടി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം, ജസ്റ്റ് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ലാസ്റ്റ് ഈക്വേഷനിൽ എത്തിച്ചേരുക ചെയ്യണത്. ഓക്കെ, നമുക്ക് ഓസ്മോസിസ് പഠിച്ചിരുന്നു. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നേരത്തെ ഞാൻ പറഞ്ഞ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് സോൾവെന്റ് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടി ഫ്ലോ ചെയ്യാണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞത്. ഇതിന് കുറച്ച് അപ്ലിക്കേഷൻസ് കൂടി നമുക്ക് പഠിക്കണം. നല്ല രസകരമായിട്ടുള്ള അപ്ലിക്കേഷൻസ് പറയാം. ഒന്നാമതായിട്ടുള്ള അപ്ലിക്കേഷൻ ഓസ്മോസിസിൻ്റെത്, നമ്മൾ ഉപ്പിലിട്ട മാങ്ങ കണ്ടിട്ടില്ലേ? ഉപ്പിലിട്ട മാങ്ങ ആലോചിക്കുമ്പോൾ തന്നെ വായു വെള്ളം വരുന്നുണ്ട്. എന്താ ഉപ്പിലിട്ട മാങ്ങന്? ആദ്യം മാങ്ങ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സോൾട്ട് സൊല്യൂഷനിൽ ഇട്ട് വെക്കും അല്ലേ? മാങ്ങ ഇട്ട് വെക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? ആ മാങ്ങ ചുങ്ങുന്നതാണ്, സ്ട്രിങ്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അവിടെ എന്താ ഓസ്മോസിസ് സംഭവിച്ചത്? എങ്ങനെ ഓസ്മോസിസ് സംഭവിച്ചത്? ഓസ്മോസിസ് എന്ന് പറഞ്ഞാല് സോൾവെന്റ് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുക ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ സോൾട്ട് സൊല്യൂഷൻ ആണ് ഹയർ കോൺസെൻട്രേഷന്. മാങ്ങന്റെ ഉള്ളിലുള്ള സോൾവെന്റ്സ് ഒക്കെ എന്ത് ചെയ്ത് ഈ മാങ്ങന്റെ ഉള്ളിൽ ലോവർ കോൺസെൻട്രേഷൻ ആണ്, അത് ഈ സോൾട്ട് വാട്ടറിലേക്ക് ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? മാങ്ങ സ്ട്രിങ്ക് ചെയ്തു. ഒരു അപ്ലിക്കേഷൻ ആയിട്ട് പറയാം. എന്താ പറയാ? റോ മാംഗോ പ്ലേസ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ ദേ ലോസസ് വാട്ടർ ആൻഡ് സ്ട്രിങ്ക്. പറഞ്ഞൂടെ? ഇനി വേറൊരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഫ്ലവർ, നിങ്ങൾ വാടിയ ചെടി അല്ലെങ്കിൽ പൂവുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് വാടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലൊന്ന് മുക്കി വെച്ച് നോക്കി, അതിനൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഒന്നങ്ങോട്ട് വാടിയതാണെങ്കിൽ ഒന്നിങ്ങനെ റെഡിയാവും. വിൽറ്റഡ് ഫ്ലവേഴ്സ് റിവൈവ് when they placed in fresh water. എന്താ സംഭവിച്ചത്? ആ ഫ്രഷ് വാട്ടറിൽ വെച്ചപ്പോൾ ലോവർ കോൺസെൻട്രേഷൻ ആണ് ആ ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞത്. ഹയർ കോൺസെൻട്രേഷന് ആ ചെടിന്റെ തണ്ടുകൾക്ക് ഉണ്ട്. അപ്പൊ ലോവർ കോൺസെൻട്രേഷനിൽ സോൾവെന്റ് ഒക്കെ ഈ ചെടിന്റെ തണ്ടുകൾക്കൊക്കെ പോയി. അപ്പൊ അതിനൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. ഒരു അപ്ലിക്കേഷൻ. ഇനി വേറെ അപ്ലിക്കേഷൻ എന്താ പറയാൻ പറ്റുക? ഇതേപോലെ തന്നെ നിങ്ങൾ ക്യാരറ്റ് ഒക്കെ ആണെങ്കിൽ, വെജിറ്റബിൾസ് ക്യാരറ്റ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറെ ദിവസം കഴിഞ്ഞാൽ ചുങ്ങും. അത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഫ്രഷ് ആവും. അവിടെ എന്താ? ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് സോൾവെന്റ് മൂവ് ചെയ്തതാണ്. ഓക്കെ, അതേമാതിരി പ്രിസർവേഷൻ ഓഫ് മീറ്റ് ബൈ യൂസിങ് സോൾട്ട് ആൻഡ് ഫ്രൂട്ട്സ്, പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ബൈ യൂസിങ് ഷുഗർ to protect against bacterial infection. എന്താ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളെ ഇപ്പോ മാംസം ഒക്കെ നമ്മൾ കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ അതിൽ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപ്പ് ഇടും. അപ്പൊ എന്താ സംഭവിക്കുക? ഉപ്പിടും. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ അതിൽ പഞ്ചസാര ഇടും. എന്താ സംഭവിക്കുക വെച്ചാല് ഇതിന്റെ മുകളിൽ ബാക്ടീരിയസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയസിന്റെ ലോവർ കോൺസെൻട്രേഷൻ നിന്നുള്ള അതിന്റെ സോൾവെന്റ്സ് എല്ലാതും ഈ ഹയർ കോൺസെൻട്രേഷനിലേക്കുള്ള സോൾട്ടിലേക്കോ അല്ലെങ്കിൽ അതേമാതിരി ഷുഗറിലേക്കോ പോയിട്ട് ലോവറിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് അതിന്റെ സോൾവെന്റ് ഒക്കെ പോകുമ്പോൾ ഈ ബാക്ടീരിയ ഒക്കെ ചാവും. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഉപ്പോ അല്ലെങ്കിൽ ഷുഗറോ ഒക്കെ ഇട്ട് വെക്കുന്നത്. പിന്നെ വേറൊരു അപ്ലിക്കേഷൻസ് ആയിട്ട് പറയാൻ പറ്റും എഡിമ. എന്താണ്? ഓസ്മോസിസ്. എഡിമ എന്ന് പറഞ്ഞാൽ എന്താ? എഡിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലില്, ചില ആളുകളുടെ കാലിലും കയ്യിലൊക്കെ നീര് വന്നിട്ട് കണ്ടോ? ഉപ്പൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകള്. അപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഈ ബ്ലഡ് സെല്ലില് ഉപ്പിന്റെ അളവ് നന്നായിട്ട് കൂടിയിട്ടുണ്ടാവും. അപ്പൊ ശരീരത്തിലുള്ള ഈ ഉപ്പ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് റീജിയൻ ആണ്. അപ്പോൾ ശരീരത്തിന്റെ ഉള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ, വാട്ടർ എന്ന് പറഞ്ഞാൽ ലോവർ കോൺസെൻട്രേഷൻ, ഈ വാട്ടർ കണ്ടന്റ് ഒക്കെ എവിടേക്ക് പോയിട്ടുണ്ടാവും? നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സെല്ലിലേക്ക്, ഹയർ ഉപ്പുള്ള ആ ഭാഗത്തേക്ക് വന്നിട്ട് അവിടെ എന്ത് ചെയ്യും? സെല്ലൊക്കെ ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. അതാണ് ഈ കാലിലൊക്കെ നീര് വന്ന ഉപ്പ് കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എഡിമ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരലുണ്ട്. ഇപ്പൊ ഇതൊക്കെ നമ്മുടെ ഓസ്മോസിസ് എന്നുള്ള ഒരു ഓസ്മോസിസിന്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഇനിയും ഓസ്മോസിസിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, നിങ്ങൾ നോക്കുക, കണ്ടെത്തുക. ഓക്കെ, നമ്മൾ ഇനി പറയാൻ പോണത് ഇപ്പൊ 4
കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലും ഏറ്റവും കൂടുതലായിട്ട് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ലാസ്റ്റ് പഠിച്ച ഓസ്മോട്ടിക് പ്രഷർ യൂസ് ചെയ്തിട്ടാണ്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ബാക്കിയുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിനെ അപേക്ഷിച്ചിട്ട് ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിക്കാനുള്ള കാരണം ഒന്നാമത്തത് ഓസ്മോട്ടിക് പ്രഷർ ക്യാൻ ബി ഡൺ അറ്റ് osmotic pressure calculation can be done at room temperature. റൂം ടെമ്പറേച്ചറിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓസ്മോട്ടിക് പ്രഷറിനെ. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ മൊലാലിറ്റി ആണ് യൂസ് ചെയ്തത്. വേറെയുള്ള ആപ്ലിക്കേഷൻസ് വേറെയുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലൊക്കെ ഏതായിരുന്നു യൂസ് ചെയ്യുന്നത്? മൊലാലിറ്റി ആയിരുന്നു. മൊളാരിറ്റിന്റെ കാൽക്കുലേഷൻ ആണ് സിമ്പിൾ, ഈസി ആയിട്ടുള്ളത് കമ്പയറിംഗ് ടു മൊളാലിറ്റി. ഓക്കെ, അപ്പൊ അത് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ്. എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ക്യാൻ ബി ഡൺ യൂസിങ് മൊളാരിറ്റി ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. ഇനി വേറൊന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, വളരെ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ പോലും ഓസ്മോട്ടിക് പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിലും ഓസ്മോട്ടിക് പ്രഷറിന്റെ ആ ഒരു മെഷർമെന്റ് കിട്ടുന്നത് നല്ല വാല്യൂസ് കിട്ടും. ആ ഒരു മാഗ്നിറ്റ്യൂഡ് നന്നായിട്ടുണ്ടാവും. ഇപ്പൊ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിലും ആർക്ക് പ്രശ്നമില്ല, ഓസ്മോട്ടിക് പ്രഷറിന് നല്ല വാല്യൂ തന്നെ കിട്ടും. ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾസ് ഒരു കാരണം പറയണ എന്താ വെച്ചാല്, ബയോമോളിക്യൂൾസിന്റെയും പോളിമറിന്റെയും ഒക്കെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഓസ്മോട്ടിക് പ്രഷർ ആണ്. ബിക്കോസ് അതൊരു സ്റ്റാബിൾ ടെമ്പറേച്ചറിലും ഡൈല്യൂട്ട് സൊല്യൂഷനൊക്കെ അതിലൊക്കെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ നന്നായി കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാബിൾ റൂം ടെമ്പറേച്ചർ ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ബയോമോളിക്യൂൾസിന്റെയും പോളിമേഴ്സിന്റെയും മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓസ്മോട്ടിക് പ്രഷർ ആണ് ഉപയോഗിക്കുന്നത്. ഈ കാരണങ്ങൾ, ഈ അഡ്വാൻറ്റേജ് ഒന്നും ഓർത്തു വെക്കുക. ഓക്കെ, ഇനി പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മളിപ്പോ 2 സൊല്യൂഷൻസ് എടുത്ത് രണ്ടാൾക്കും ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണ്. ഇപ്പൊ 2 സൊല്യൂഷൻ, ഒന്നാമത്തെ ഓസ്മോട്ടിക് പ്രഷർ 5 എന്നും രണ്ടാമത്തെ ആളെ ഓസ്മോട്ടിക് പ്രഷർ 5 ആണെങ്കിൽ, ഇവർ രണ്ടാളെ ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണെങ്കിൽ, ഇങ്ങനത്തെ 2 സൊല്യൂഷൻ ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ ഇവരെ നമ്മൾ വിളിക്കുക ഐസോടോണിക് സൊല്യൂഷൻ എന്നാ വിളിക്കുക. ഐസോടോണിക് സെയിം ആണെങ്കിൽ. ഇനി ഒരാളെക്കാളും ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണെങ്കിൽ ഈ കൂടുതലുള്ള ആളെ വിളിക്കല് ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്നാ വിളിക്കുക. എന്താ വിളിക്കല്? ഹൈപ്പർടോണിക് സൊല്യൂഷൻ. എ സൊല്യൂഷൻ having higher osmotic pressure than another is called hypertonic solution. A solution having lower concentration than another is called hypotonic solution. കൂടുതലുള്ള ആളെ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലുള്ള ആളെ ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്നും ഓസ്മോട്ടിക് പ്രഷർ കുറവുള്ള ആളെ ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്നും വിളിക്കും. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നമ്മളെ റെഡ് ബ്ലഡ് സെല്ലിലുള്ള ഫ്ലൂയിഡ്സ് 0.9% NaCl സൊല്യൂഷനുമായിട്ട് ഐസോടോണിക് ആണ്. 0.9% NaCl സലൈൻ സൊല്യൂഷൻ ആയിട്ട് ഈ RBCയിലുള്ള ഫ്ലൂയിഡ്സും ഐസോടോണിക് ആണ്. അതുകൊണ്ടാണ് NaCl എന്ന ഇഞ്ചക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഐസോടോണിക്സ് ആണ്. രണ്ടാൾക്കും എന്താണ്? ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണ്. ഒരേ ഓസ്മോട്ടിക് പ്രഷർ ഉള്ള ആള് ഐസോടോണിക്, ഒരാൾക്ക് ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണെങ്കിൽ ഹൈപ്പർടോണിക്, ഒരാൾക്ക് കുറവാണെങ്കിൽ ഹൈപ്പോടോണിക്. റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഓസ്മോസിന്റെ റിവേഴ്സ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിൽ ഒരു സെമി പെർമിയബിൾ മെമ്പറിലൂടെ മൂവ് ചെയ്യുന്നതാണ് ഓസ്മോസിസ്. ഇതിന്റെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോൾവെന്റ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഒരു സെമി പെർമിയബിൾ മെമ്പറിലൂടെ മൂവ് ചെയ്യുക, ഹയറിൽ നിന്ന് ലോവറിലേക്ക്. ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞത്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഡീസലൈനേഷൻ ഓഫ് വാട്ടർ. എക്സാമിന് ചോദിക്കും ഡീസലൈനേഷൻ ഓഫ് വാട്ടർ എങ്ങനെയാണ് എന്നുള്ളത്. ഡീസലൈനേഷൻ, ഡി എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, സലൈനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീ വാട്ടറിലുള്ള സലൈൻസിനെ ഒഴിവാക്കുക, ഉപ്പിനെ ഒഴിവാക്കിയിട്ട് പ്യുവർ വാട്ടറിന് മാത്രം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയുന്നത്, ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. അപ്പൊ ഇവിടെ
നമ്മൾ നോക്കുക, ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിൽ നോക്കിയ ഒരു ഭാഗത്ത് ഫ്രഷ് വാട്ടർ എടുത്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ സീ വാട്ടർ അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ എടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് സോൾട്ട് വാട്ടറിന്റെ ഭാഗത്ത് ഞാൻ ഇവിടെ പ്രഷർ കൊടുക്കുകയാണ്, നല്ല പ്രഷർ കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്രഷർ കൊടുക്കുമ്പോൾ എങ്ങനെ റിവേഴ്സ് ഓസ്മോസിസ് നടക്കാന്ന് അറിയണ്ടേ? പ്രഷർ കൊടുക്കുമ്പോൾ നമ്മള് ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ കൊടുക്കുക. എന്താ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാല്? ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ കൊടുക്കണേ, ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ കൊടുക്കുന്ന പ്രഷർ ആയിരുന്നു ഓസ്മോട്ടിക് പ്രഷർ. അതിനേക്കാളും കൂടുതൽ പ്രഷർ ലാർജർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ കൊടുക്കുക, പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ ഇവിടെ കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ സോൾവെന്റ് എന്ത് ചെയ്യും? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ കൊടുത്തു. അപ്പൊ ഇവിടെ ആയിരുന്നു ഹയർ കോൺസെൻട്രേഷന്, ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ലോവർ കോൺസെൻട്രേഷൻ അല്ലേ? ഇവിടെ സോൾട്ട് വാട്ടർ ഹയർ കോൺസെൻട്രേഷൻ ആണ്, ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് ലോവർ കോൺസെൻട്രേഷൻ ആണ്. ഇവിടെ ഒരു സെമി പെർമിയബിൾ മെമ്പറൈനും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ കൊടുത്തപ്പോൾ ഇതിലുള്ള സോൾവെന്റ് ഒക്കെ എന്ത് ചെയ്യും? ഇതിലുള്ള സോൾവെന്റ് ഒക്കെ ഇങ്ങോട്ട് ഹയറിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യും. അതായത് ഇതിലുള്ള പ്യുവർ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ മാത്രം ഇങ്ങോട്ട് പോരും. അപ്പൊ ഇവിടെ എന്ത് മാത്രമായി? ഫ്രഷ് വാട്ടർ മാത്രമായി. ഈ സീ വാട്ടറിലുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ടാപ്പ് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? കളക്ട് ചെയ്യാം. ഓക്കെ, ഡീസലൈനേഷൻ, ഉപ്പിനെ ഒഴിവാക്കി അവിടെ പിന്നെ ആര് മാത്രമാവും? സൊല്യൂട്ട് ആവും. ഇവിടെ എന്താ കണ്ടീഷന്? പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ ഒരു ഡെഫിനിഷൻ പറയാൻ പറ്റും? The direction of osmosis can be reversed. The direction of osmosis can be reversed if the pressure greater than osmotic pressure applied on solution side. ശ്രദ്ധിക്കേ, എന്താണ്? The direction of osmosis can be reversed. എപ്പോഴും if the pressure greater than osmotic pressure is applied on solution side. Now the pure solvent molecules flow through SPM, semi permeable membrane. അല്ലേ? അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും? ഇവിടെയുള്ള പ്യുവർ സോൾവെന്റ് മോളിക്യൂൾ ഫ്ലോ ഔട്ട് ഓഫ് ദി സൊല്യൂഷൻ. സോ ഈ സൊല്യൂഷൻ സൈഡിൽ നിന്ന് സോൾവെന്റ് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. This is called reverse osmosis. Is used for the desalination of seawater. Reverse osmosis വളരെ important ആണ്. The direction of osmosis can be reversed if the pressure greater than osmotic pressure applied on the solution side. Now the pure solvent molecule flow out of the solution side through semi-permeable membrane. This is called reverse osmosis and is used for desalination of seawater. ഇപ്പൊ ഇത്രയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് വെച്ചിട്ട് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. എല്ലാവരും നന്നായിട്ട് ഒരു പേപ്പറും പെന്നൊക്കെ എടുത്ത് എഴുതി അതിന്റെ ഡെറിവേഷൻ പഠിക്കുക, ഇക്വേഷൻസ് പഠിക്കുക. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത് കൂടിയാണ്. ഇന്ന് നമ്മൾ 2 കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് സെക്കൻഡ് വൺ ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.